ലൂസിഫറിന്റെ ഒരു അമിത പ്രതീക്ഷ എന്ന് വെക്കാതെയാണ് ഞാൻ എമ്പുരാനെ കണ്ടത്. എമ്പുരാൻ ആസ് എ ഫിലിം, ആസ് എ സ്റ്റാൻഡേർഡ് ഫിലിം, ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫിലിം ആയിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ദീപക് ദേവ് ഹവ് ഡൺ വെരി ഗുഡ് ജോബ്. ബിക്കോസ് ഒരു ഇന്റർനാഷണൽ ലെവല് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആ സിനിമയ്ക്ക് ഓൾറെഡി ഉണ്ട്. സ്ക്രിപ്റ്റിംഗിൽ കൺഫ്യൂഷൻ വരുന്നില്ലല്ലോ. അതെ, പല തലങ്ങളിൽ കഥ പോയിട്ടാ വരണമെങ്കിലും ഭയങ്കര ക്ലാരിറ്റിയാണ്. ലാലേട്ടൻ ഇൻട്രോന് എത്ര കൈഡി കിട്ടി അത്രയും തന്നെ കൈഡി മഞ്ചേച്ചിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് അത്രയും പവർഫുൾ ആയിട്ട് ക്യാരക്ടർ. ഞാൻ പറയും ഇതേപോലത്തെ സിനിമകൾ നമ്മൾ ആക്ച്വലി ഒരു പ്രാവശ്യം കണ്ടാൽ പോരാന്ന് ഞാൻ പറയുള്ളൂ. രണ്ടാമതും കൂടി ചുമ്മാ കണ്ടു നോക്കി ചിലപ്പോൾ ഒന്നും കൂടി അത് ക്ലാരിറ്റി വരുന്നു. കഥ പറയുമ്പോൾ സിനിമയിൽ വളരെ വളരെ ചുരുങ്ങിയ ടൈമിലാണ് മമ്മൂക്ക വന്ന് കൈഡി വാങ്ങി പോകുന്നത്. ആ സിനിമനെ എലിവേറ്റ് ചെയ്തതിനെ മമ്മൂക്കയാണ്. ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ശരിക്കും ഒരു വണ്ടറിങ് തന്നെയായിരുന്നു. ഇത് മലയാള സിനിമയെ തന്നെ എലിവേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അത് ആക്ച്വലി ഒരു പ്രാവശ്യം കണ്ട ആൾക്കാർ വീണ്ടും ഈ സിനിമ കാണണം. കാരണം വെച്ചാൽ നമ്മുടെ മലയാള സിനിമയുടെ ഒരു പ്രൗഡാണ്. നമ്മളാണ് നമ്മുടെ സിനിമയുടെ PR. നമ്മൾ നമ്മുടെ സിനിമയെ പറ്റി നല്ലത് പറഞ്ഞാലാണ് മറ്റുള്ളവർക്ക് ആ സിനിമ കാണാൻ തോന്നുന്നത്. സോ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇൻഡസ്ട്രിയെ താഴ്ത്തിക്കെട്ടരുത്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഇന്ന് റിലീസായ എമ്പുരാൻ സിനിമയുടെ ആഴങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ ചെന്നിറങ്ങാൻ പോകുന്നത്. സിനിമ ഇപ്പോൾ ഫാൻ ഷോ കഴിഞ്ഞു, അതുപോലെ തന്നെ ജനറൽ ഷോ കഴിഞ്ഞു. നമ്മളൊക്കെ സിനിമയെക്കുറിച്ച് പ്രതീക്ഷിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത ഒരു കാഴ്ചാനുഭവമാണോ എമ്പുരാൻ സിനിമ നൽകിയത്? അതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ജിജേഷ്, അതുപോലെ തന്നെ വിനു. ചേട്ടാ, അത് ഇപ്പോൾ എമ്പുരാൻ സിനിമ 2 ഷോ കഴിഞ്ഞിരിക്കുകയാണ്. ചേട്ടൻ ഈ സിനിമ കണ്ടപ്പോൾ, നമ്മളിപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസും ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളെല്ലാം ചേട്ടൻ ഈ സിനിമയിൽ നിന്ന് കിട്ടിയോ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ? തീർച്ചയായിട്ടും ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തല്ല ഞാൻ പോയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരസ്യങ്ങൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ ഒരു നാച്ചുറലായിട്ട് പടം ആസ്വദിക്കാൻ വേണ്ടി അധികം പ്രതീക്ഷ കൊടുക്കാതെയാണ് ഞാൻ പടം കാണാനായിട്ട് പോയത്. പക്ഷേ നമ്മൾ വിചാരിച്ചതിലും എനിക്ക് തോന്നുന്ന പരസ്യം അവർ ചെയ്തതിനേലും നല്ല ഹൈപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം അതിൻ്റെ എൻ്റെയൊക്കെ അങ്ങനെയാണ് അവർ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും നമ്മൾ ഈ സാധാരണ ഒരു സീക്വൽ കാണുമ്പോൾ നമ്മളെല്ലാവരും നോക്കുന്നത് ലൂസിഫറിനെ കാട്ടിയും എമ്പുരാൻ നല്ലതായിരുന്നോ, അതോ എമ്പുരാൻ ലൂസിഫറിൻ്റെ അത്ര വർക്കായില്ലേ? അങ്ങനെയുള്ള കമ്പാരിസനൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുമല്ലോ, പ്രത്യേകിച്ച് ഒരു സീക്വൽ പടമായപ്പോൾ. വിനുവിന് എന്താ തോന്നിയത്? എമ്പുരാനാണോ ലൂസിഫറാണോ കൂടുതൽ വർക്കായത്? എനിക്ക് ബേസിക്കലി തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൂസിഫർ കാണാത്ത ഒരാൾക്കും എമ്പുരാൻ വർക്കാവും. ബിക്കോസ് ഇപ്പോൾ ലൂസിഫർ കാണാത്ത ഒരാളാണ് ഈ സിനിമ പോയി കാണുന്നതെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പിക്ചർ ആയിട്ട് പോലും എമ്പുരാൻ വർക്കാവുന്ന ഒരു മൂവിയാണ്. ബിക്കോസ് ലൈക്ക് എനിക്ക് തോന്നുന്നില്ല ലൂസിഫറിലെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിൽ എസ്റ്റാബ്ലിഷ് ആവുന്നുള്ളൂ. ഓക്കെ, ആ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലാതെ ലൂസിഫറായിട്ട് ഇതിലൊരു കണക്ഷൻ ഇല്ല. പിന്നെ ആ ഒരു ക്യാരക്ടർ, ബിക്കോസ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നൊരു ക്യാരക്ടറിന്റെ ഒരു കോർ ലെവൽ സാധനം ലൂസിഫർ എന്ന സിനിമയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. സെക്കൻഡ് പാർട്ട് എബ്രാൻ ഖുറേഷി അബ്രാമിനെ കുറിച്ചാണെന്നുള്ളത് ലൂസിഫറിൽ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു പുതിയൊരു ഫിലിം, അല്ലെങ്കിൽ ഇതൊരു എമ്പുരാനാണ്. എമ്പുരാൻ എന്ന് പറയുന്നത് എബ്രാൻ ഖുറേഷി അബ്രാമിന്റെ കഥയാണ്. ഞാൻ അങ്ങനെയായിട്ടാണ് കാണുന്നത്. ആൻഡ് ഐ തിങ്ക് അത് വർക്കായതാണ്. ഞാൻ ലൂസിഫറിന്റെ ഒരു ഹൈപ്പോ ലൂസിഫറിന്റെ ഒരു അമിത പ്രതീക്ഷ എന്ന് വെക്കാതെയാണ് ഞാൻ എമ്പുരാനെ കണ്ടത്. എമ്പുരാൻ ആസ് എ ഫിലിം, ആസ് എ സ്റ്റാൻഡേർഡ് ഫിലിം, ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫിലിം ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചേട്ടാ, നമ്മളിപ്പോൾ ഈ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസിലൊക്കെ മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പേസ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു മാസ് കൊമേഴ്ഷ്യൽ പടം കാണുമ്പോൾ നമ്മളൊരു പേസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ സിനിമയുടെ പേസ് ഡയറക്ടറിൻ്റെ മനസ്സിലുള്ളൊരു പേസ് ആയിരിക്കും സിനിമയിൽ കാണുക. ആ പേസിലേക്ക് നമ്മൾ ഇമേഴ്സ് ചെയ്യണം, ആ പേസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ലാലേട്ടൻ ഈ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ സിനിമയുടെ ഒരു പേസിനെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? കാരണം സാധാരണ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർ ഈ കമൻറ്റിലൊക്കെ പറയുന്നത് ഭയങ്കര ലാഗായിരുന്നു, അതാണ് ഇതാണെന്നൊക്കെയാണല്ലോ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെയും. പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു സ്പേസിനെ കുറിച്ച് എന്താ തോന്നിയത്? ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയുടെ പേസ് നിശ്ചയിക്കുന്നത് അതിൻ്റെ ഡയറക്ടറാണ്. ഡയറക്ടർ ആ ഒരു സ്ക്രിപ്റ്റിനെ കണ്ടേക്കുന്ന ഒരു രീതി
അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഒരു നോർമലായിട്ടൊരു സ്ക്രിപ്റ്റ് വായിച്ചു പോകുമ്പോൾ അതിൻ്റെ സ്പേസ് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ ആ സിനിമ ഷൂട്ട് ചെയ്ത് ഇതാണ് നമ്മൾ ചെയ്യുന്ന ഷോർട്ട് ഡിവിഷൻ, ഈ ഷോർട്സ് ഇങ്ങനെ എടുക്കണം, ഇതിന് ഇങ്ങനത്തെ ഒരു ബീജിയം വരുന്നു, അത് എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ പേസ് ഇതാണ്. ഓക്കെ, കാരണം ഒരു ഡയറക്ടർ തീരുമാനിക്കാം ഈ സീനിൽ ഇത്ര ഡെപ്ത് വേണം. ഇപ്പോൾ പല സീൻസും എന്താ പറയുക, ഇപ്പോൾ ഒരു സീൻ തന്നെ ചിലപ്പോൾ 1.5 മിനിറ്റിലെടുക്കാം, അതേ സീൻ തന്നെ 4 മിനിറ്റ് എടുക്കാം. ബിക്കോസ് നമുക്ക് അവിടെ ഡെപ്ത്, ആ സീനിന് അത്ര ഡെപ്ത് ആവശ്യമുണ്ടെങ്കിൽ ആ സീനിന് അത് ആൾക്കാർ കണ്ടിരിക്കുമെങ്കിൽ, ഇപ്പോൾ ലാലേട്ടൻ ആണ് സ്ക്രീനിലെങ്കിൽ നമ്മൾ അവിടെ ഒരു ലാഗ് നമുക്ക് ഒരിക്കലും തോന്നില്ല, ബിക്കോസ് ലാലേട്ടനാണ് സ്ക്രീനിലുള്ളത്. എനിക്ക് തോന്നുന്നു അതേപോലത്തുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ കൺട്രീസ്, ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ വേൾഡ് ആണ് സിനിമയിലുള്ളത്. ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച വിദേശ ഫോറിൻ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും ഇവരെ കണ്ടിരിക്കാൻ തന്നെ, ബിക്കോസ് ദേ ആർ ഗുഡ് ആക്ടേഴ്സ്. ഇപ്പോൾ നല്ലൊരു ആക്ടറിനെ ക്ലോസ് വെച്ച് കാണുന്നത് എന്ന് പറയുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ബിക്കോസ് അവർ ചെയ്യുന്ന മാനറിസം, അവരുടെ ബിഹേവിയർ, സംഭവങ്ങൾ, ഇതെല്ലാം എന്താ പറയുക, ഒരു സിനിമ പ്രേക്ഷക നിലയ്ക്ക് നമുക്കത് കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് സിനിമയുടെ പേസ്, ഇപ്പോൾ ലൂസിഫറിനൊരു പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൂസിഫർ നമ്മളെ ടോട്ടാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ല ഒഴുക്കുള്ളൊരു സിനിമയാണ്. ഓക്കെ, അത് ചില സീൻസ് ഭയങ്കര നല്ല ടൈം എടുത്ത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ലൂസിഫറിൻ്റെ തുടക്കം, ഇപ്പോൾ PKRന്റെ മരണം നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സീൻ വളരെ നല്ല ഡെപ്തിൽ വളരെ സ്ലോ ആയിട്ട് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് ആ സിനിമയ്ക്ക് ആവശ്യമുള്ളതാണ്. കാരണം ആ അത്രയും വലിയ നേതാവാണ് മരിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ഒരു കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്ന സീൻസ് ഒക്കെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. അതുപോലെ അയാളുടെ ഒരു ഇമോഷൻ പറയുന്ന സമയത്ത് അത് സ്ലോ ആണ്. സോ ഓരോ സീനും ഇന്നതാണെന്നുള്ള ഡയറക്ടർ തീരുമാനിച്ച് ചെയ്യുന്ന ഒരു പേസ് ഉണ്ട്. നമുക്ക് എല്ലാ സീനും ഒരേ പേസിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഓരോ സീൻ ആവശ്യമുള്ള പേസ് ആ ഡയറക്ടർ തീരുമാനിച്ച രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമ ഒരു 3 മണിക്കൂർ സിനിമയാണ്, 3 മണിക്കൂറിനടുത്ത് വരുന്ന സിനിമയാണ്. സോ 3 മണിക്കൂറും പ്രേക്ഷകൻ അത് കണ്ടിരിക്കണമെങ്കിൽ ആ ഡയറക്ടർ ആ ഒരു സ്ക്രീൻ പ്ലേ എങ്ങനെ കൺസീവ് ചെയ്ത് അതെങ്ങനെ മേക്ക് ചെയ്തു, ആ മേക്ക് ചെയ്തത് ഒരിക്കലും ലാഗ് ആവാതെ എങ്ങനെ പ്രേക്ഷകർക്ക് എത്തി എന്നതിൽ അനുവദിച്ചിരിക്കും. ആൻഡ് അതിന് മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്കൊരു സീനിനെ എപ്പോഴും എലിവേറ്റ് ചെയ്യുന്ന മ്യൂസിക്കാണ്. സോ എനിക്ക് തോന്നുന്നു ദീപക് ദേവ് ഹാസ് ഡൺ വെരി ഗുഡ് ജോബ്. ബിക്കോസ് ഒരു ഇൻ്റർനാഷണൽ ലെവൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആ സിനിമയ്ക്ക് ഓൾറെഡി ഉണ്ട്. സോങ്സ് ഉണ്ട്, 1-2 സോങ്സ് ഉണ്ട്. പക്ഷേ ആ സോങ്സ് പോലും നമുക്കൊരു BGM പോലെ ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓവറോൾ എനിക്ക് തോന്നുന്നു സിനിമയുടെ പേസ് ഈസ് പെർഫെക്റ്റ് പേസ് ആണ്. 3 മണിക്കൂറുണ്ട്. നമ്മൾ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ പടം കാണാൻ പോകുമ്പോൾ അത്രയും ടൈം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സൂപ്പർ സ്റ്റാർ പടം 2 മണിക്കൂർ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം. എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം. ഒരു 2 മണിക്കൂറിൻ്റെ സിനിമ തീർന്നല്ലോ. പണ്ടൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ പെട്ടെന്ന് തീർന്നല്ലോ എന്നുള്ള രീതിയിലാണ്. ഇത് 3 മണിക്കൂർ നമുക്ക് ഫുൾ ആസ്വദിച്ച് ലാലേട്ടൻ നാളെ ഫുൾ ടൈം കണ്ട് ഇത്ര ആക്ടേഴ്സിനെ, ടോവിനോ, പൃഥ്വിരാജ്, മഞ്ജു ചേച്ചി, ഇവരെയൊക്കെ കണ്ടിരിക്കാൻ തന്നെ രസമാണ്. സോ ആ 3 മണിക്കൂർ, ഇനി ഒരു 1/2 മണിക്കൂർ കൂടി പടം ഉണ്ടെങ്കിൽ പോലും ആ പടം എനിക്ക് തോന്നുന്ന ആൾക്കാർ കണ്ടിരുന്നേനെ. എനിക്കിപ്പോൾ പറഞ്ഞപ്പോഴാണ്, അതായത് ഈ മോഹൻലാലിൻ്റെ ഒരു ഇൻട്രോ സീൻ ഉണ്ടല്ലോ. ഞാനിങ്ങനെ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ എപ്പോഴാണ് മോഹൻലാൽ വരിക, എങ്ങനെയായിരിക്കും വരിക, ആ സമയത്തുള്ള BGM എന്തായിരിക്കും, ആ സമയത്തുള്ള ഫ്രെയിം എന്തായിരിക്കും, ഇങ്ങനെ ഇങ്ങനെ ആ വെയിറ്റിങ്ങിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് മോഹൻലാൽ വരുന്നത്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഇൻട്രോ സീൻ തന്നെയാണല്ലേ. അതായത് ഒന്ന് മാത്രമല്ല, പല പല ഇൻട്രോ സീനുകളുണ്ട്. ഇപ്പം ചേട്ടൻ എന്താണ് ആ ഇൻട്രോ സീനിൻ്റെ ആ ഒരു ടെക്നിക്കൽ ബ്രില്യൻസിനെ കുറിച്ച് ചേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത്? കാരണം വളരെ മനോഹരമായിട്ടാണ് ആ സീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ചേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത്? അത് എനിക്ക് അത് ഒരാളുടെ തന്നെ അല്ല, എല്ലാ ക്യാരക്ടറൈസേഷനും, അതായത് ചെറിയ ഒരു സീനിൽ പോലും വന്നേക്കുന്ന ആൾക്കാരെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിലാണ് അവർ പ്ലേസ് ചെയ്ത് പോയേക്കുന്നത്. നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു സീനിൽ വന്നേക്കുന്നവർ പോലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോൾ പടം കണ്ട് ഇറങ്ങിയിട്ട് നമുക്ക് പോയിട്ടില്ല. അവർ ചെയ്തേക്കുന്ന ക്യാരക്ടറുകൾ, ഇപ്പോൾ വിനു പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിങ്ങിൽ തന്നെ ഇപ്പം മുരളി ഗോപി നല്ലോണം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ആ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നേക്കുന്നത്. കാരണം ഓരോ കണക്ഷൻ കിട്ടുന്നത്, കാരണം ഇതിൽ പല കഥകൾ പറഞ്ഞു പോകുന്നതുകൊണ്ട്, ലൈവായിട്ടുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തോട്ട് കഥ കണക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് എല്ലാം വളർന്ന് മുറിച്ചാണ് അവർ കണക്ട് ചെയ്ത് അതില് എനിക്ക് ചെറിയൊരു, എനിക്ക് തോന്നുന്നൊരു വിയോജിപ്പ് ഞാൻ പറയട്ടെ. കാരണം ഇപ്പൊ ലൂസിഫറിൽ ഒരു സീൻ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിലൊരു കണക്ഷൻ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷെ ഇതിലൊരു കണക്ഷൻ ബിൽഡിംഗ് ഉണ്ടല്ലോ. ഇപ്പം ആദ്യത്തെ സീനിൽ ഇപ്പം ഒരു കേരളത്തിന് പുറത്തുള്ള ഒരു രാജ്യമാണെങ്കിൽ തൊട്ടടുത്ത സീനിൽ കേരളമായിരിക്കും. അപ്പോൾ ഈ കണക്ഷൻ ബിൽഡ് ചെയ്ത് ഇങ്ങനെ സീൻ ബിൽഡ് ചെയ്ത് പോകുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിന് ആ ഒരു രീതിയിലല്ല ഇതിൻ്റെ നറേഷൻ പോയെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ നറേഷന് കുറച്ചൊരു ലൂസിഫറിനെ പോലുള്ള നറേഷൻ ബിൽഡിംഗ് ആയിരുന്നു. അവിടെ ഈ പ്രശ്നം വരുന്നത് ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. ബിക്കോസ് ലൂസിഫർ എന്ന സിനിമ എടുക്കുമ്പോൾ അവിടെ സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മൾ എല്ലാവർക്കും ഉണ്ട്. ഈവൻ നമ്മൾക്കും അറിയില്ല സ്റ്റീഫൻ ആരാണെന്ന്. മനസ്സിലായി? ഈവൻ സ്റ്റീഫൻ പോലും അത് അന്വേഷിച്ചെടുക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ. ലൂസിഫർ കഴിഞ്ഞ് എമ്പുരാൻ എത്തുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റീഫൻ ഇതാണ്, സ്റ്റീഫൻ്റെ
റീച്ച് ഇതാണ്, സ്റ്റീഫൻ എന്ന ആൾക്ക് ഇന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷ എന്താണ്, സ്റ്റീഫൻ അതിന് മേലെ എന്തെങ്കിലും ചെയ്താലാണ് മേ ബി ഒരു ആസ് എൻ ഓഡിയൻ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കാം. ബിക്കോസ് നമ്മൾക്ക് എന്താ പറയാ, സ്റ്റീഫൻ ഇനി എന്താ പറയാ ഒരു നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വില്ലൻ, ഒരു കഥയ്ക്ക് ഒരു വില്ലൻ വരുമ്പോൾ അത് സ്റ്റീഫനേക്കാളും കേമനായിട്ടുള്ള വില്ലൻ ആണെങ്കിൽ മാത്രമേ ഓക്കെ ഇങ്ങേർക്ക് ഒരു ചാലഞ്ച് കൊടുക്കാൻ പറ്റും എന്നുള്ള തോന്നൽ വരുന്നത്. പക്ഷെ ഇവിടെ എല്ലാത്തിനേക്കാളും വലുത് സ്റ്റീഫനാണ്, അല്ലെങ്കിൽ എബ്രാം ഖുറൈഷി എബ്രാമാണ്. ആ ക്യാരക്ടർ അത്രയും വലുതാണ്. ഇപ്പം ലൂസിഫറിൽ നമ്മൾ കണ്ട കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, സായ്കുമാറിന്റെ ക്യാരക്ടർ, ബൈജുവിന്റെ ക്യാരക്ടർ, പിന്നെ മുരുകൻ എന്നുള്ളൊരു ക്യാരക്ടർ, മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, അവരൊക്കെ ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു ജേണിക്ക്, അവരുടെ ആ ക്യാരക്ടറിന്റെ ജേണിക്ക് അതിന്റെ ഫസ്റ്റ് പാർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡെപ്ത് ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പം പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ലൂസിഫറിനെ നമ്മളൊരു സീക്വൽ കാണുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യത്തെ പാട്ടിനെ നമ്മൾ സ്വാഭാവികമായിട്ട് കമ്പയർ ചെയ്ത് പോകും. ഇതിനെ നമുക്കൊരു വേറൊരു സിനിമ എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ഇതൊരു സീക്വൽ ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഫസ്റ്റായിട്ടൊരു എമ്പുരാൻ കാണുന്ന ഒരു പ്രേക്ഷകന് ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളും ലൂസിഫർ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഞാൻ തിരുത്തുന്നുണ്ട്. ഇവിടെ മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചിക്ക് ഇത്ര കയ്യടി അടുത്തിടക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും മഞ്ജു വാര്യരുടെ ഫിലിം കരിയറിലെ ഏറ്റവും മികച്ച ഒരു ഇത്രയും കയ്യടി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈക്വൽ ടു ലാലേട്ടൻ. എനിക്ക് ലാലേട്ടൻ തുല്യം, ലാലേട്ടൻ ഇൻട്രോന് എത്ര കയ്യടി കിട്ടി അത്രയും തന്നെ കയ്യടി മഞ്ജു ചേച്ചിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ആൻഡ് അത്ര നന്നായിട്ടാണ് ചേച്ചി. ലൂസിഫറിൽ ഒബ്വിയസ്ലി ഭയങ്കര പവർഫുൾ ആയിട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചിക്ക് ഒരു എന്താ പറയുക ഹാറ്റ്സ് ഓഫ്. കാരണം എനിക്ക് കുറച്ചായി മലയാള സിനിമയിൽ കണ്ടിട്ട്, തമിഴില് ഭയങ്കര മഞ്ജുവിന്റെ ഒരു കരിയറിൽ വർക്കായ കുറച്ച് സിനിമകളുടെ എണ്ണം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് മലയാളത്തിൽ കുറച്ച് സജീവല്ല. പുള്ളിക്കാരി ഫുള്ള് തമിഴ് തെലുഗു ആണല്ലോ. അപ്പോഴാണ് ഇപ്പൊ എമ്പുരാൻ വന്നത്. പ്രിയദർശിനി രാംദാസ് എന്നുള്ള ഒരു കഥാപാത്രം അത്രത്തോളം ഒരു പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു. അത് ആ ഒരു ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്ന രീതി, അത് പ്രസന്റ് ചെയ്ത രീതി, അത് ആൾക്കാർക്ക് കൈയടിക്കുന്ന ഒരു എന്താ പറയാ ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. ഒരു സെക്കൻഡ് ഹാഫിൽ മനുഷ്യ ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ലൂസിഫറിൽ ടൊവിനോ നടത്തുന്ന സ്പീച്ച് പോലെ ഒരു സ്പീച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സീൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞ സ്പോയിലർ ആവും. പക്ഷെ ആ സീനിൽ കിട്ടുന്ന കൈയടി അത് ഏത് തിയേറ്ററിലും ഇപ്പോൾ വേറെ ഏത് സീനിൽ കൈയടി കിട്ടിയില്ലെങ്കിൽ ആ സീൻ എന്തായാലും കൈയടി കിട്ടും. ബിക്കോസ് അതാണ് ആ ക്യാരക്ടർ അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. സോ അതിനൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്ലേ അത്രയും നന്നായിട്ട് ചെയ്തത് കൊണ്ടാണ് അവിടെ അത് ഡെലിവറി ചെയ്ത് വരുന്നത്. കാരണം ക്യാരക്ടർ എലിവേഷൻ മുരളി ചെയ്തേക്കുന്ന അത്രയും കൃത്യമായിട്ട് അവർ മീറ്റർ വെച്ച് എല്ലായിടത്തും പോയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡയലോഗ് റൈറ്റിംഗ്, സംഭാഷണങ്ങൾ നല്ല വളരെയധികം ഷാർപ്പായിട്ടുള്ള സംഭാഷണങ്ങളായിരുന്നു. ഒരു സ്ഥലത്ത് പോലും നമുക്ക് സ്ക്രിപ്റ്റിംഗിൽ കൺഫ്യൂഷൻ വരുന്നില്ലല്ലോ. കാരണം ഇപ്പൊ പല തലങ്ങളിൽ കഥ പോയിട്ടാ വരണമെങ്കിലും ഭയങ്കര ക്ലാരിറ്റിയാണ്. തിരിച്ച് ഇപ്പുറത്തോട്ട് കണക്ട് ചെയ്യുന്ന സീനുകൾക്ക് നല്ല ക്ലാരിറ്റിയാണ് കിട്ടുന്നത്. ഒരു ഡയലോഗിൽ പോലും കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില ഈ കട്ട് ബാക്ക് ടു വരുന്ന സിനിമകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഓഡിയൻസിന് കണക്ഷൻ കിട്ടാതെ വരും. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. അത് അത്രയും ഷാർപ്പായിട്ട് സ്ക്രിപ്റ്റിങ്ങിൽ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കൂടുതലും ഹിന്ദി സംഭാഷണങ്ങളും ഇംഗ്ലീഷ് സംഭാഷണങ്ങളും ആയിരിക്കും വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു മലയാളി ഓഡിയൻസിൻ്റെ മുന്നിൽ അത്തരത്തിലൊരു സിനിമയെ പ്ലേസ് ചെയ്യുമ്പോൾ കൂടുതലും ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംഭാഷണവും കലർന്നു വരുമ്പോൾ മലയാളികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലാംഗ്വേജ് പ്രശ്നം, ലാംഗ്വേജിന്റെ പ്രശ്നമല്ല, അങ്ങനെ ക്യാരക്ടർ ഇപ്പം മലയാളം അതർ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രശ്നം ഒരിക്കലും സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് മലയാളം പ്രേക്ഷകർക്ക് അങ്ങനെ വരുന്നില്ല. അത് എന്താ വെച്ചാൽ നമ്മൾ തമിഴ് സിനിമകളിൽ ഇപ്പോ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തമിഴിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ഒരു പോലെ ഒരു റീഡബ് ചെയ്യുന്ന ഒരു ഫീൽ വരാം. ഇപ്പോൾ ഇംഗ്ലീഷ് പറയുന്ന ആളും അതും തമിഴ് പറയുന്ന, അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒറിജിനാലിറ്റി അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു അവർ പറയുന്ന ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ അവർ ഒറിജിനൽ ലാംഗ്വേജ് തന്നെ സംസാരിക്കണം. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പ്ലേസ് ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു ഇപ്പോ നാലിച്ച് നോക്കുന്ന ഇപ്പൊ അതേ ക്യാരക്ടേഴ്സ് തന്നെ മലയാളം പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ പറയുന്നത് ക്രിഞ്ചാണെന്ന്. അല്ല, മലയാളം പറയണമെന്നല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചപ്പോ അതൊരു ഇപ്പം ലാംഗ്വേജ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അത് അവിടെ ആവശ്യപ്പെടുന്നതാണ്, അത് ആവശ്യപ്പെടുന്ന രീതിയിലാണ് സ്ക്രിപ്റ്റിംഗ് ചെയ്തേക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ലാംഗ്വേജ് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ കയറി വന്നെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. കാരണം അത് കൃത്യമായിട്ട് അത്
കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് പലതും മനസ്സിലാവില്ല. ചിലപ്പം മുരളിച്ചേട്ടൻ എഴുതിയുന്ന പല ഈ മലയാള വാക്കുകളുടെ അർത്ഥം പോലും മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാവും. ഓ, ഇത്രയും വലിയ വാക്ക് നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇത്രയും കടുകിട്ടിയ വാക്ക് എന്താണ്, അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അതും പറയും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആസ് എ ഓൾ സിനിമ എന്ന് പറയുന്നത്, ഈ സിനിമയ്ക്ക് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. അങ്ങനെയാണെങ്കിൽ മലയാളികൾ കൊറിയൻ പടം ഇരുന്ന് കാണില്ല. ഏറ്റവും കൂടുതൽ മലയാളികൾ OTT-യിൽ നിന്ന് വെബ് സീരീസും ഇംഗ്ലീഷ് വെബ് സീരീസും നമ്മൾ കണ്ടുപിടിക്കുന്ന അത്രയും ഭാഷകൾ, നമ്മൾ കാണുന്ന അത്രയും ഭാഷ സിനിമകൾ വേറെ ഒരാളും കാണുന്നില്ല, വേറെ ഒരു റീജിയണൽ ആൾക്കാരും കാണുന്നില്ല. മലയാളികൾ എന്ന് പറയുന്നത് എപ്പോഴും പുതിയത് നല്ലത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി അത് പോയി കാണുന്ന ആൾക്കാരാണ്. അവിടെ ലാംഗ്വേജ് ഒരിക്കലും പ്രസക്തിയല്ല. ഇവൻ കൊറിയൻ സിനിമ ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കിയത് മലയാളികളാണ്. മനസ്സിലായി. അതേപോലെ ജാപ്പനീസ് ആനിമേ മൂവീസ് ഒക്കെ ഇവിടുത്തെ PVR റിലീസ് ആവുന്നുണ്ട്. തെലുഗു പടങ്ങൾ ഇപ്പൊ എല്ലാവരും തെലുങ്ക് അറിഞ്ഞിട്ടാണ് എല്ലാവരും തെലുങ്ക് പടം കാണുന്നത്. അല്ല, തമിഴ് നമ്മൾ എന്താ കുറെ നാളായിട്ട് നമ്മൾ തമിഴ് പടം കണ്ട് തെലുങ്കൊക്കെ ശരിക്കും ഇവിടെ തമിഴ് ഡബ് ചെയ്താ വന്നിട്ടിരുന്നു. പക്ഷേ തെലുങ്ക് തമിഴ് സിനിമ പോലും മലയാളം ഡബ് ചെയ്ത് വന്നിരുന്നു. പക്ഷെ തമിഴ് സിനിമ നമ്മളിപ്പോ ഒരു നൈബർഹുഡ് എന്താ പറയാ, നമ്മുടെ തന്നെ ഭാഷ പോലെ സ്വീകരിക്കാൻ തുടങ്ങി. ഹിന്ദി പടം പോലും, ഹിന്ദി സിനിമാസ് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഷാറുഖ് അമീർ ഖാൻ പടങ്ങൾ വന്നാൽ നമ്മൾ ഫസ്റ്റ് പോയി കാണും. സോ എനിക്ക് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. ആ സിനിമയ്ക്ക് ആ ലാംഗ്വേജ് ആ ഒരു വലിപ്പം കാണിക്കണേണ്. ആ സിനിമയുടെ ഇപ്പോൾ നമ്മളുടെ ഒരു ക്യാരക്ടറെ കാണിക്കുമ്പോൾ അയാൾ ഹിന്ദിക്കാരനാണ്, ആ ഒരു ബോംബെയിലാണ് അതിന്റെ കഥ നടക്കുന്നത്, UP-ലാണ് കഥ നടക്കണമെങ്കിൽ അയാൾ ഹിന്ദി സംസാരിച്ചു പറ്റുള്ളൂ. അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ചെയ്തതാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ആക്ച്വലി. അല്ലാതെ നമ്മൾ അവരെ കൊണ്ട് മലയാളം പറയിപ്പിച്ച് മലയാളം പറയിപ്പിക്കണമെന്ന് അങ്ങനെ ഉദ്ദേശിച്ചില്ല കേട്ടോ. മലയാളം പറയിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ ക്രിഞ്ചാവും. ഉദ്ദേശിച്ചത് കൂടുതൽ അതർ ലാംഗ്വേജസ് വന്നേക്കുന്നത് ഒരു പ്രശ്നം എന്നുള്ള രീതിയിലുള്ളതല്ല. അതിനെ എങ്ങനെയായിരിക്കും മലയാളി പ്രേക്ഷകര് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഒരിക്കലും അത് ഒരു ഡൗട്ട് തോന്നേണ്ട കാര്യമില്ല. മലയാളികൾക്ക് അങ്ങനെ ഒരു ഇതില്ല. വൃത്തിയായിരിക്കണം എന്നുള്ളതാണ്. ചെയ്തേക്കുന്ന കാര്യങ്ങളെ ഏച്ചുകെട്ടി കഴിഞ്ഞാൽ അപ്പം പ്രതികരിച്ചിരിക്കും. ഇപ്പൊ ഡബ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതപ്പം തന്നെ പ്രതികരിച്ചിരിക്കും. ആ സമയത്ത് അത് ഡയറക്റ്റ് ആ ലാംഗ്വേജ് ഡബ് ചെയ്ത് പൃഥ്വിരാജ് പോലും ഡയറക്ടർ അങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ, നമുക്ക് എന്താ ഹിന്ദി അറിയില്ലേ, ഇതേ ആൾക്കാർ തന്നെ പറയും. സോ എനിക്ക് തോന്നുന്നില്ല ഹിന്ദി ഇംഗ്ലീഷ് എന്ന അത് ഉപയോഗിച്ചത് കൊണ്ട്. ബിക്കോസ് നമുക്ക് വെബ് സീരീസ് കാണുന്ന ആൾക്കാർക്ക് സുപരിചിതമായിട്ടുള്ള ആൾക്കാരാണ് അതിലുള്ളത് ആക്ച്വലി. അങ്ങനെ പുതിയ ഫേസസ് അല്ല അവരാ. നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്ന നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലുള്ള ആ പുള്ളി വന്നപ്പോഴേ കൈയടിയാണ്. പുള്ളിനെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ കൈയടിക്കില്ല, പുള്ളിനെ അറിയുന്ന ആൾക്കാരും ഉണ്ട്. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ്, എന്താണ് ആ ക്യാരക്ടർ നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ മനസ്സിലായാലേ പോലും ആ വിഷ്വലിലൂടെ അത് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ അത് നമ്മൾ പറയണത് മനസ്സിലായാലേ പോലും ആ വിഷ്വല് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ രാജുവേട്ടൻ ആ ഒരു ബ്രില്യൻസ് കാണിച്ചിട്ടുണ്ട്. അയാൾ എന്താണ് അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് അയാൾ ചെയ്യുന്നത്, ആള് ആരുടെ കൂടെയാണ്, ആൾ എന്താ നെക്സ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം വിഷ്വലി വ്യക്തമാണ്. അവിടെ എനിക്ക് തോന്നുന്നില്ല ലാംഗ്വേജ്. പിന്നെ സബ് ടൈറ്റിൽ ഫോളോ ചെയ്യാൻ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. ബിക്കോസ് ഇംഗ്ലീഷ് അത്ര സ്പീഡിൽ സംസാരിച്ച് പോകുമ്പോൾ സബ് ടൈറ്റിൽ ചിലപ്പോൾ അപ്പോൾ പോകുമായിരിക്കും. എന്നാൽ പോലും നമുക്ക് ആ വിഷ്വല് ഹെൽപ്പ് ചെയ്യാം. വിഷ്വലിലൂടെ നമുക്ക് മനസ്സിലാവാം എന്താണെന്നുള്ളത്. വിഷ്വൽ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും വിഷ്വൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര മൈന്യൂട്ട് ആയിട്ട് അത് സിനിമ ശരിക്കും ഒന്ന് ഒന്നും കൂടി പോയി കണ്ടോക്ക്. ഞാൻ പറയാം ഇതേപോലത്തെ സിനിമകൾ നമ്മൾ ആക്ച്വലി ഒരു പ്രാവശ്യം കണ്ടാൽ പോരാന്ന് ഞാൻ പറയുള്ളൂ. രണ്ടാമതും കൂടി ചുമ്മാ കണ്ടു നോക്ക്, ചിലപ്പോ ഒന്നും കൂടി അത് ക്ലാരിറ്റി വരും. നമ്മളിപ്പോ അങ്ങനെയല്ലേ, നമുക്ക് ഒരു സാധനം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി കണ്ടത് മനസ്സിലാക്കുക. അതാണ് മലയാളികളുടെ ഒരു ശീലം. അല്ലാതെ നമുക്ക് ഇത് കണ്ടിട്ടോ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കില്ല, നമ്മൾ അത് മനസ്സിലാക്കി എടുക്കും. ഇപ്പൊ ലൂസിഫർ ആദ്യമായിട്ടും കണ്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവാം, അവര് വീണ്ടും കണ്ട് മനസ്സിലാക്കിയവരുണ്ടാവാം. സോ എല്ലാം ഒറ്റയടിക്ക് മനസ്സിലാവണമെന്നില്ല. ബിക്കോസ് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഫാൻസാരുടെ കൂടി ഇരുന്ന് കാണുന്നത്. അപ്പൊ ഭയങ്കര ബഹളം, ചില ഡയലോഗ്സ് മിസ്സാവും. ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് തിയേറ്ററിൽ അതുപോലെ ഫാൻസാരുടെ ബഹളം കൊണ്ട് വീണ്ടും ഞാൻ ഒന്നുകൂടി പോയി കണ്ടിട്ടുണ്ട്. അല്ല, അതെന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ്, ആ ഒരു ഫെസ്റ്റിവൽ ആണ്, ആ ഒരു സെലിബ്രേഷൻ ആണ്. ഇങ്ങനത്തെ പടങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് ഫാൻസിന്റെ കൂടെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോ ഡയറക്ഷൻ തെരഞ്ഞെടുത്ത പോലും ആൾക്കാരെ അതേപോലെ എന്റെ പടം എൻജോയ് ചെയ്യണം. ഏത് സീനിലാണ് ആൾക്കാർക്ക് നമുക്ക് അവരെ കൂടെ എന്റെ ലൈഫിലെ ഏറ്റവും എനിക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് തിയേറ്ററിൽ ഇരിക്കുന്നതാണ്. തിയേറ്ററിൽ ഇരുന്നിട്ട് ഇത്രയും പേരെ എൻജോയ് ചെയ്യുന്ന അത്, കാരണം അവിടെ നമ്മള് മതം നോക്കുന്നില്ല, അടുത്തിരിക്കുന്ന ആളെ നോക്കുന്നില്ല, ജെൻഡർ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. ആ സിനിമ കാണുന്നു, ആ സിനിമ നമ്മൾ എൻജോയ് ചെയ്യുന്നു. ആ സിനിമ നമ്മളിൽ ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ സിനിമ നമ്മളെ എണീപ്പിച്ച് കൈയടിപ്പിക്കുന്നുണ്ടല്ലോ, അതാണ് ആ സിനിമയുടെ പവർ. അവിടെ ഇതിനകത്ത് നമ്മളിപ്പം ലാലേട്ടന്റെ ഒരു സ്ക്രീൻ പ്രസൻസ്
പ്രസൻസും അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസ്. ഇപ്പം ലൂസിഫറിൽ 40 മിനിറ്റ് ആയിരുന്നു ലാലേട്ടൻ്റെ സ്ക്രീൻ സ്പേസ്. അത് എമ്പുരാനിലേക്ക് എത്തുമ്പോൾ ലാലേട്ടൻ്റെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടല്ലോ. ഇപ്പോൾ മോഹൻലാൽ എന്നുള്ളൊരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു എന്ന് വെച്ചാൽ അസാമാന്യ കഴിവുള്ള ഒരു നടനാണ് മോഹൻലാൽ. ഏത് തരത്തിലുള്ള റോളും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു അസാമാന്യ നടനാണ് മോഹൻലാൽ. അപ്പം അദ്ദേഹം ഇപ്പം സ്റ്റീഫനിലേക്ക് വരുമ്പോൾ സ്റ്റീഫനിലെ മനസ്സിൽ ഒരുപാട് ഇമോഷൻസ് കടന്നു പോകുന്നുണ്ടായിരുന്നു. വളരെ സട്ടിലായിട്ടായിരുന്നു അതിൻ്റെ ഒരു പെർഫോമൻസ്. അയാൾക്ക് ഒരുപാട് പവറുണ്ട്, പക്ഷെ പുറത്ത് ആ പവർഫുൾ ആണെന്ന് കാണിക്കുന്നില്ല. എന്നാൽ ആ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത് അയാളുടെ നോട്ടത്തിലൂടെ നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അബ്രാം ഖുറേഷിയോട്ട് വരുമ്പോഴും നമ്മൾ ലാലേട്ടൻ്റെ ആ നോട്ടമാണ് അയാളുടെ ഒരു പവർ നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ ആ ലാലേട്ടൻ്റെ ആ സ്ക്രീൻ സ്പേസിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? കാരണം അബ്രാം ഖുറേഷി എന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു കഥാപാത്രം, ആ ഒരു പവറും സ്ട്രെങ്തും ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീൻ സ്പേസിലാണോ ആ കഥാപാത്രത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? എന്താ തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നിയത് എമ്പുരാൻ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കഥയല്ല. ഓക്കെ, ആ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അവിടുത്തെ പ്രശ്നങ്ങൾ മറ്റുള്ള ആൾക്കാരിലേക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടർ കേരളത്തിലില്ലെങ്കിൽ പുള്ളീനെ കാണിച്ചിട്ട് കാര്യമില്ല. കേരളത്തിലെ അവസ്ഥ കാണിക്കുന്ന സമയത്ത് അത് കാണിച്ചേ പോരത്തുള്ളൂ. പിന്നെ സലാർ എന്ന സിനിമയിൽ 22 മിനിറ്റാണ് ആകെ പ്രഭാസിന്റെ സ്ക്രീൻ ടൈം. സോ എന്നെ സംബന്ധിച്ചോളം അതിലൊരു ഇമ്പാക്റ്റ് ഇല്ല. ഇപ്പോൾ എന്താ പറയുക, കഥ പറയുമ്പോൾ സിനിമയിൽ വളരെ വളരെ ചുരുങ്ങിയ ടൈമിലാണ് മമ്മൂക്ക വന്ന് കൈയടി വാങ്ങി പോകുന്നത്. ആ സിനിമനെ എലിവേറ്റ് ചെയ്തത് തന്നെ മമ്മൂക്കയാണ്. അതേപോലെ ഒരാളുടെ സ്ക്രീൻ പ്രസൻസ്, ബിക്കോസ് ലാലേട്ടൻ നമ്മൾ പേഷ്യൻ്റ്ലി വെയിറ്റിംഗ് ആയിരുന്നു ലാലേട്ടൻ എപ്പോൾ വരും എന്നുള്ളത്. ആ പേഷ്യൻസിനെ മാക്സിമം എന്താ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ വന്നത്. അതിനുശേഷം വരുന്ന ഫൈറ്റ് സീൻസ് ആണെങ്കിലും ഒരു കംപ്ലീറ്റ് ഒരു ഫാനും മാക്സിമം സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു വിഷ്വലാണ് അവിടെ, വിഷ്വൽ ട്രീറ്റ് ആണ് കൊടുത്തത്. ഫോറസ്റ്റിലുള്ള ഫൈറ്റ് സീൻ തീർച്ചയായിട്ടും അത് ചെയ്തിട്ടുണ്ടല്ലേ? കാരണം ഇപ്പോ ലൂസിഫർ പ്രതീക്ഷിച്ച് പോയ നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങളും മറ്റേ കടവുളെ പോലെ ഒരു ഫൈറ്റ് പ്രതീക്ഷിച്ചല്ലേ പോയത്? ഞാൻ ഒബിയസ്ലി നമ്മൾ എന്തായാലും ഇതുപോലത്തെ ഒരു കമേഴ്ഷ്യൽ പടം വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു മാസ് ഫൈറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഇതുവരെ നമ്മൾ കണ്ടുവരാത്ത രീതിയിലുള്ള ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതുപോലത്തെ ഒരു ഫൈറ്റ് സീൻ തന്നെയായിരുന്നു, ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫൈറ്റ് സീൻ തന്നെയായിരുന്നു ഈ സിനിമയിലുള്ളത്. അത് ലോകോത്തര നിലവാരമുള്ള ടെക്നീഷ്യൻസിനെയാണ് ഇപ്പോൾ പൃഥ്വിരാജിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫൈറ്റ് സീനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത് 100% ആ ഫൈറ്റ് സീക്വൻസിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ എന്ന് പറഞ്ഞ ആൾക്ക് ഫൈറ്റ് എന്ന് പറയുന്നത് അത്രയും ജീവനാണെന്നുള്ളത് പലരും പറയുന്നത് അറിഞ്ഞിട്ടുണ്ടാവും. സോ ആ ഒരാൾ അത്ര എൻജോയ് ചെയ്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഗൂസ് ബമ്പാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ രണ്ട് ഫൈറ്റും എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ക്ലാപ്പ് ചെയ്യാൻ പറ്റുന്ന, ഫുൾ ടൈം സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഫൈറ്റ് തന്നെയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ആ സിനിമയിലുണ്ട്. നമ്മൾ ആ സിനിമേനെ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ചിലർ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫുൾ മാസ് കൊമേഴ്ഷ്യലാണ്, അതുകൊണ്ട് ഫുൾ ടൈം ഇങ്ങനത്തെ സംഭവങ്ങൾ വേണമെന്ന് പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വേറെ രീതിയിലുള്ളൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടതെല്ലാം സിനിമയിലുണ്ട്. ആ സിനിമേനെ ശരിക്കും പറഞ്ഞാൽ ഒന്നും കൂടി റീവാച്ച് ചെയ്ത് ആ എക്സ്പീരിയൻസ് ഒന്നും കൂടി ഒന്ന് ഡബിൾ ആക്കാനാണ് ഞാൻ പറയുന്നത് ആക്ച്വലി. ബിക്കോസ് വിഷ്വലി സ്ട്രൈക്കിംഗ് ആണ് എമ്പുരാൻ എന്നുള്ള സിനിമ, വിഷ്വലി സ്ട്രൈക്കിംഗ് ആണ്, അതിൽ യാതൊരു എതിർപ്പും ഇല്ല. അത് നമ്മളെല്ലാവരും ഒരുപോലെ ഓഡിയൻസിനെ കയ്യിലെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി കണക്ഷൻ ഉണ്ടോ, ഇമോഷണലി കൊണ്ടുവന്ന് കണക്ട് ചെയ്തേക്കണുണ്ടല്ലോ. ഇത്രയും ഈ മാസ് എലമെന്റിന്റെ ഇടയിലും ആ ഇമോഷൻസ് അവര് കണക്ട് ചെയ്തേക്കുന്നത് എല്ലാവർക്കും അതിപ്പോ ഇവര് മഞ്ജു വാര്യന്റെ ആ ബ്രദർ മറ്റേ അവന്റെ ഇത് നേറ്റിയിലോട്ട് പോകുമ്പോഴുള്ള അവരുടെ ചെറിയ ഒരു ഇമോഷൻ കാണിക്കുന്നുണ്ട്. അവൻ മാറിപ്പോയല്ലോ എന്നുള്ള ഒരു ക്ലോസ് ഷോട്ട് അതിൽ വെച്ചിട്ടുണ്ടാവും. മാറിപ്പോണേലുള്ള വിഷമം അതിൽ അത് രാജുവിൻ്റെ ബ്രില്യൻസിയാണ്. അവൻ അങ്ങനെ മാറിപ്പോയ ഒറ്റ ഷോട്ടിൽ തന്നെ ചേഞ്ച് ഓവർ കൊടുക്കുന്നത്, അവൻ അങ്ങനെ ആയിപ്പോയതിലുള്ള വിഷമം, പിന്നെ തീരുമാനം എടുക്കുന്നതും അവനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന തീരുമാനം ഉണ്ടല്ലോ, മഞ്ജുവിൻ്റെ ക്യാരക്ടർ എടുക്കുന്നു, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഭയങ്കര ഇമോഷൻ ടച്ച് ചെയ്യുന്ന പോർഷൻസ് ആണത്. വിനുവിന് ഏത് ക്യാരക്ടറിലാണ് ആ ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നുന്നത്? ഞാന് സിനിമ തുടക്കം തന്നെ എന്ന് വെച്ചാൽ ഒരു മാസമായിട്ട് ഇങ്ങനെ ഒരു കുറെ ആൾക്കാരെ കൊല്ലുന്നത് തന്നെ എന്താ പറയാ, നമുക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ അയ്യോ ഇങ്ങനെ ഒരു വലിയൊരു സംഭവം ചെയ്ത ഒരാൾ എന്തായിരിക്കും നെക്സ്റ്റ് വരുന്നത്, ഇതേപോലത്തെ ഒരു വില്ലൻ നെക്സ്റ്റ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അത് അവിടെ നിന്നാണ് നമ്മുടെ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ഡെവലപ്പ് ആയത്. ബിക്കോസ് നമുക്ക് പലർക്കും സംശയം ഉണ്ടായിരുന്നു ലൂസിഫർ കണ്ടപ്പോൾ പൃഥ്വിരാജ് എങ്ങനെ ഇതിൽ വന്നു, അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ എങ്ങനെ ലാലേട്ടനായിട്ട് ജോയിൻ ആയി, അതിന്റെ എല്ലാ ഡൗട്ട്സും നമുക്ക് മാറി. പിന്നെ രാജുവേട്ടന്റെ ബാക്ക് സ്റ്റോറി എന്തായിരുന്നു, ആ ക്യാരക്ടർ സയ്യിദ് മസൂദിന്റെ ബാക്ക് സ്റ്റോറി എന്തായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ആ ബാക്ക് സ്റ്റോറി തന്നെ കോർ ഇമോഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അത് ഒരു നാട് വിട്ട് സ്വന്തം വീട്ടുകാരെല്ലാം, ബിക്കോസ് അതിലൊരു സീനുണ്ട്, സ്വന്തം അനിയനെ മുതുകിലേറ്റ് കിടക്കുമ്പോൾ അനിയൻ മരിച്ചതുപോലെ അറിയാതെ ചേട്ടനത് ആ ഒരു ഇമോഷനൊക്കെ ആക്ച്വലി അതിന്റെ പീക്കാണ്. പിന്നെ ലൂസിഫറെ സംബന്ധിച്ച് ലൂസിഫർ എന്ന് പറഞ്ഞ ലൂസിഫറിൽ വർക്കായ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ വിവേക് ഒബ്രോയ് എന്ന ക്യാരക്ടറിനോട് നമുക്ക് തോന്നുന്നൊരു ദേഷ്യമാണ്. ആ ദേഷ്യം എന്തുകൊണ്ടാണ്, അത് നമുക്ക് എന്താണ്, ഇപ്പോൾ മഞ്ജു വാര്യർ വിവേക് ഒബ്രോയ് കോൺഫ്ലിക്റ്റ് ആണ്, നമുക്ക് അതൊരു ഏതൊരു ഹൗസ് ഹോൾഡിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഇമോഷൻ ആയതുകൊണ്ടാണ്, ഒരു ഫാമിലിക്കുള്ളിൽ നടക്കുന്ന ഇമോഷൻ. ഒബ്വിയസ്ലി മലയാളികൾക്ക് അത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ വന്നപ്പോൾ സിനിമ വേറെ ലെവലിലേക്കാണ് പോകുന്നത്. സിനിമയിൽ പറയുന്നത് ഇപ്പോൾ ഒരു ഫാമിലി പ്രശ്നമല്ല, സിനിമയിൽ പറയുന്നത് ഖുറേഷി അബ്രാം ഗാങ്ങിന്റെ ഒരു വാറാണ്, അല്ലെങ്കിൽ അയാളുടെ എതിരെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ള ഒരു റിവീലാണ് ശരിക്കും സെക്കൻഡ് പാർട്ട്. സോ സെക്കൻഡ് പാർട്ടിൽ ഇമോഷൻസ് ഉണ്ട്, പക്ഷെ ലൂസിഫർ പോലത്തെ ഇമോഷൻസ് അല്ല, വേറെ രീതിയിൽ ഇമോഷൻസ്. ബിക്കോസ് അതൊരു എന്താ, ആ പിക്ചർ ഓവർ ദി ടോപ്പ് പിക്ചറാണ്. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ മൂവി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് നമ്മൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടറിന്റെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് നിങ്ങൾ കണ്ടു നോക്കും. ആ ഒരു ക്യാരക്ടർ ആക്ച്വലി എന്തും ചെയ്യാൻ കെൽപ്പുള്ള ഒരു ക്യാരക്ടറാണ്. അറ്റ് എ മൊമെന്റ് എവിടെ എത്താനും ഇപ്പോ എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. ഇപ്പോ അതില് ഇന്ദ്രീത്തിന്റെ ക്യാരക്ടറിന് ട്രാവൽ ചെയ്യുന്ന ഒരു സീൻ ഉണ്ട്, അതിൽ തന്നെ വ്യക്തമാണ് ഖുറേഷി അബ്രാം ഖുറേഷി ആരാണെന്ന് മനസ്സിലായി. ഒന്ന് കാണുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും അങ്ങേറ്റത്തെ ഒരു പോർഷനാണ് അവിടെ എത്തിക്കുന്നത്. നമ്മള് അയാൾ ആരാണെന്ന് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പുള്ളിയുടെ നെക്സ്റ്റ് എനിമി ആരാണെന്ന് നമ്മൾ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ സിനിമയുടെ പോസ്റ്ററും ട്രെയിലറും വന്നപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമുണ്ട്. അവർ തന്നെ ഓരോരോ ക്രിയേഷനും ഓരോ ഇമാജിനേഷനും ഉണ്ടായിരുന്നു. ആ ചുവന്ന ഡ്രാഗണുള്ള പടമിട്ട കോട്ടിട്ട ആരാണ്? അമീർ ഖാൻ പറഞ്ഞു, ഫഹദ് ഫാസിൽ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് അങ്ങനെ കയറിപ്പോയി, മമ്മൂട്ടി വരെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ഒരു ആക്ടറിനെ റിവീൽ ചെയ്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ റിവീൽ ചെയ്ത ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അത് ശരിക്കും ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അത്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആരൊക്കെയാണ് എന്നുള്ള ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഇന്നാണ് ഫസ്റ്റ് ഷോയിലാണ് നമ്മളത് പൊട്ടി കണ്ടത്. അത് ശരിക്കും ഒരു വണ്ടറിങ് തന്നെയായിരുന്നു. അല്ല, ഇവിടെ നമ്മൾ ആക്ച്വലി കൂടുതൽ സംസാരിക്കേണ്ടത് പൃഥ്വിരാജ് എന്ന ഡയറക്ടറിനെ പറ്റി. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. ബിക്കോസ് മലയാള സിനിമയിൽ ഇന്ന് കിട്ടുന്ന റെസ്പെക്ട്, അതില് ഏറ്റവും കൂടുതൽ ആ വാല്യൂ നമുക്ക് വാങ്ങി തന്ന ഒരാളാണ് രാജുവേട്ടൻ. വൈ? ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്വപ്നം പോലും കാണാത്ത ഒരു ഓപ്പണിംഗ് ആണ് നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടുന്നത്. ബുക്ക് മൈ ഷോയിൽ ക്രാഷ് ആവുന്ന രീതിയിൽ, ബിക്കോസ് 7 lakhs പ്ലസ് പ്രീ സെയിൽസ് 24 hours കിട്ടിയ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മൂവി. സോ അത് എനിക്ക് തോന്നി പൃഥ്വിരാജ് എന്നൊരു നടൻ കൂടുതൽ സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ എമ്പുരാനും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം അത്രത്തോളം സ്വന്തം ക്രാഫ്റ്റിനെ കുറിച്ച് അത്രത്തോളം ധാരണയുണ്ട്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. സമയം തൊട്ട് തന്നെ രാജു ഡയറക്ഷൻ എപ്പോഴും ഉണ്ട്, ഒരു ഡയറക്ടർ രാജുവിനിൽ ഉണ്ടെന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ള അറിവ്. കാരണം ഞാനൊരു ലൊക്കേഷനിൽ രാജുവിനെ കാണാൻ വേണ്ടി പോയ സമയത്തും അതിനോട് പുള്ളി ഓരോ അടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു ഡയറക്ടോറിയൽ സെൻസിലാണ് ഏത് സിനിമേനെയും സമീപിക്കുന്നത്. അത് വന്ന സമയം തൊട്ടുള്ളതാണ്. നമ്മളിപ്പോ പലരും പറയുന്ന കേൾക്കുന്നുണ്ടാവും, എനിക്ക് ലാലേട്ടനെ പോലെ നടനാവണം, അല്ലെങ്കിൽ മഞ്ജുച്ചെ പോലെ നടിയാവണം, ഇന്ന ആളെ പോലെ പാട്ട് പാടണം. പക്ഷെ ഇന്ന ആളെ പോലെ ഡയറക്ടർ ആവുന്ന ഇതിനെ പറഞ്ഞിട്ടില്ല. ഇനിയുള്ള തലമുറ, ഇനിയുള്ള ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ഇനി ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പറയും എനിക്ക് പൃഥ്വിരാജിനെ പോലെ ഡയറക്ടർ ആവണമെന്ന്. രായപ്പനെന്ന് വിളിച്ച നാട്ടുകാരെ കൊണ്ട് ബുക്ക് മൈ ഷോ ക്രാഷ് ചെയ്യിപ്പിച്ച ആളാണ് രാജുവായിട്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു ഇന്ന ഡയറക്ടറെ പോലെ ആവണമെന്നുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇനി മുതൽ ഡയറക്ഷൻ ആഗ്രഹിക്കുന്ന, സിനിമ ആഗ്രഹിക്കുന്ന ഓരോരുത്തർ പറയുന്ന ഒരു വേർഡായിരിക്കും എനിക്ക് രാജുവേട്ടനെ പോലെ ഒരു ഡയറക്ടർ ആവണമെന്ന്. ബിക്കോസ് അത് പുള്ളി നേടിയെടുത്തു. ഇനിയുള്ള തലമുറ എനിക്ക് തോന്നുന്നു എമ്പുരാൻ, ലൂസിഫർ ഈ 2 സിനിമയുടെ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ്, അതിന്റെ ഷോർട്ട് ലിസ്റ്റ്, അതിന്റെ സ്ക്രീൻ പ്ലേ എന്താണ്, അതിന്റെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന്
കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം എങ്ങനെയായിരിക്കും അത് കൺസീവ് ചെയ്തേക്കുക, എങ്ങനെയാണ് അത് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ബിക്കോസ് ഇത് ചുമ്മാ ഇത് അതിന്റെ കട്ട്സ് നോക്കിയാൽ അറിയാം എത്ര ഷോർട്സ് ആണ് ഒരു സീനിൽ വരുന്നത് എന്നുള്ളത്. അതെ. നിസ്സാരമല്ല അത്. ബിക്കോസ് നമ്മളൊക്കെ എളുപ്പ പണിക്ക് വേണ്ടി ചിലപ്പോൾ ലെങ്തി ആയിട്ടൊക്കെ പോകും, പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മൂവ്മെന്റ്സ് കൊടുത്ത് പോകും. പക്ഷെ ഇവിടെ പുള്ളിക്ക് പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പുള്ളി എപ്പോഴും ട്രൈ ചെയ്തിട്ടുള്ളത്. അത് വിഷ്വലി എങ്ങനെയൊക്കെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ മാസ് മൂവി ചെയ്യാന്നുള്ളത് ഏറ്റവും പാടാണ്. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പം ലൂസിഫർ റിലീസായപ്പോൾ എല്ലാവരും പറഞ്ഞത് രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് നമ്മളെല്ലാവരും അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എമ്പുരാൻ കഴിഞ്ഞു, ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പാർട്ട് 3ക്ക് വേണ്ടിയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പാർട്ട് 3ക്ക് വേണ്ടി അതിനുള്ള വെയിറ്റ് element എല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. അതെ അതെ. ഇനി അബ്രാം ഖുറേഷിയുടെ വേൾഡ് എന്തായിരിക്കും, ആ വേൾഡിനുള്ളിൽ എന്തെല്ലാമായിരിക്കും നടന്നിട്ടുള്ളത്, അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? Sure. ഓക്കെ, താങ്ക് യു.